ഒരൊറ്റ നിമിഷം മതി ജീവിതം മാറിമറിയാനെന്ന് പൊതുവെ പറയാറുണ്ട്. ഒരൊറ്റ നിമിഷം മതി രാജ്യങ്ങളുടെ തലവര മാറ്റി എഴുതാനും. 2025 മെയ് 7 അങ്ങനെയൊരു ദിവസം ആയിരുന്നു. കാരണം അന്നേ ദിവസം പുലർച്ചെ 1:44 പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 സ്ഥലങ്ങളിലായി ഇന്ത്യൻ സൈന്യം ഭീകരതയ്ക്കെതിരെ മിന്നൽ ആക്രമണം നടത്തിയത്. മുസറഫാബാദിലെ 2 സ്ഥലങ്ങൾ കൂടാതെ കോട്ലിം ഗുൽപൂർ, ബിംബർ മെഹ്മൂന ജോയ, സിയാൻകോട്ട്, സർജൽ മുരിഡ്കെ, ബഹവൽപൂർ എന്നിങ്ങനെ 9 ഇടങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ ധീരവും കരുത്തുറ്റതുമായ മിന്നലാക്രമണം പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു. 9 സ്ഥലങ്ങളിലായി നടന്ന ആക്രമണത്തിലൂടെ 100ഓളം ഭീകരരെ ഒറ്റയടിക്ക് ഇന്ത്യ തുടച്ചു നീക്കുകയുണ്ടായി. ഇന്ത്യയുടെ ശക്തവും ധീരവുമായ ഈ നടപടിയിൽ ആദ്യം അടിപതറിയ പാകിസ്ഥാൻ പിന്നീട് തിരിച്ചടിക്കുന്നതിനും ലോകം സാക്ഷിയാവുകയുണ്ടായി. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള അവസാനത്തെ ഇന്ത്യൻ ഗ്രാമമായ സലാമാബാദിലാണ് പാകിസ്ഥാൻ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചത്. ഷെല്ലുകൾ കൊണ്ട് മുറിവേറ്റ ഗ്രാമമെന്ന് വിശേഷിപ്പിക്കത്തക്ക വിധത്തിലാണ് ഇവിടെ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നത്. പൂർണ്ണമായും ഭാഗികമായും തകർന്ന വീടുകളുടെ എണ്ണം നിരവധിയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം 14ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ രാത്രിയുടെ മറവിൽ മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് ഇന്ത്യൻ മണ്ണിലേക്ക് വ്യാപക ആക്രമണം അഴിച്ചുവിട്ടു. പാകിസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സേന അതെല്ലാം നിഷ്പ്രയാസം വെടിവെച്ചിട്ടു. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ കത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പലായനം ചെയ്യുന്ന ജനങ്ങളെയും ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രങ്ങളും കയ്യിൽ കൊള്ളാവുന്ന സാധനങ്ങളുമായി വീടുപേക്ഷിച്ച് കിട്ടിയ വാഹനങ്ങളിൽ കയറി ദൂരെ എവിടേക്കോ ജീവൻ പൊതിഞ്ഞു പിടിച്ച് ഓടി രക്ഷപ്പെടുന്ന ജലലക്ഷങ്ങൾ. ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മിന്നലാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്തായിരുന്നു? സംഭവങ്ങൾക്കെല്ലാം തുടക്കം എങ്ങനെ ആയിരുന്നു? പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു 3ാം ലോക മഹായുദ്ധത്തിനാണോ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്? പഹൽഗാമിൽ ഉയർന്ന വിലാപങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ വഴി മറുപടി നൽകിയ കഥയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതിൽ വർഷങ്ങൾ നീണ്ട വൈരത്തിന്റെയും പകയുടെയും പക മൂടി കിടക്കുന്നുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കൊമ്പുകോർക്കലിന്റെ ആ കഥകളാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈര്യവും സംഘർഷങ്ങളും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയോളം തന്നെ അതിന് പഴക്കമുണ്ട്. ഒരേ വികാരത്തോടും ഒരേ ദേശസ്നേഹത്തോടും കൂടി മതത്തിന്റെയും ജാതിയുടെയും മുഖം നോക്കാതെ ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരേ മനസ്സോടെ പോരാടാനുള്ള മനസ്സും ധീരതയും അന്ന് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയിരുന്നു. എന്നാൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയതോടെ ആ ചിത്രത്തിന് മങ്ങലേറ്റു. 100ലധികം വർഷത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനും 90 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിനും ശേഷം സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലേക്ക് പറക്കാൻ ചിറകുകൾ ഉയർത്തിയപ്പോൾ തന്നെ ആ ചിറകുകൾക്ക് വെട്ട് ഏൽക്കുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947 എന്ന നിയമം അനുസരിച്ചാണ് ഇന്ത്യ പാക് വിഭജനം നടന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇതോടെ അന്ത്യം കുറിക്കപ്പെട്ടുവെങ്കിലും ഒരിക്കലും സ്വസ്ഥമാകാത്ത രാപ്പകലുകളുടെ ഉദയമാണ് അവിടെ പടർന്നു തുടങ്ങിയത്. 1937 അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ 19ാം സമ്മേളനവും 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനവും മതം അടിസ്ഥാനപ്പെടുത്തി രാജ്യം മുറിക്കപ്പെടുന്നതിൽ നിർണായകമായ പങ്കുകൾ വഹിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധിയും മൗണ്ട് ബാറ്റൻ പ്രഭുവും വിഭജനത്തിന് എതിരായിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം വിഭജനമെന്ന ലക്ഷ്യത്തിൽ എത്തിച്ചപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശങ്ങളെ വേർതിരിക്കുക എന്ന ശ്രമകരമായ ജോലിക്കായി നിയോഗിക്കപ്പെട്ടത് സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന വ്യക്തി ആയിരുന്നു. ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്ന അദ്ദേഹം കാര്യങ്ങൾ നിഷ്പക്ഷമായി നിർവഹിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിർത്തി നിർണയം കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതാണ് പിൽക്കാലത്ത് പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമായി മാറുന്നത്. പഞ്ചാബിന്റെ കിഴക്ക് ഭാഗം ഇന്ത്യയുടെയും പടിഞ്ഞാറ് ഭാഗം പാകിസ്ഥാന്റെയും സ്വന്തമാവുകയുണ്ടായി. 2 രാജ്യങ്ങളുടെയും അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടതിനെ തുടർന്ന് ഇരുവശത്തേക്കും ജനങ്ങൾ കൂട്ടപ്പലായനം ആരംഭിച്ചു. പുതിയതായി രൂപമെടുത്ത സർക്കാരുകൾ അനിയന്ത്രിതമായ ഈ ജനപ്രവാഹത്തിനു മുൻപിൽ നിസ്സഹായരായി മാറുകയുണ്ടായി. തുടർന്ന് പലയിടങ്ങളിലും അക്രമങ്ങളും കൊലപാതകങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി.
ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഏകദേശ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അനൗദ്യോഗിക കണക്കുകൾ ഇതിലും എത്രയോ വലിയതാണ്. രക്തരൂഷിതമായ ആ വിഭജനം ഇരു രാജ്യങ്ങളെയും തമ്മിൽ അകറ്റുകയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്തു. 1947, 1948 കാലഘട്ടങ്ങളിലായിരുന്നു ആദ്യ യുദ്ധം നടന്നത്. ഒന്നാം കാശ്മീർ യുദ്ധം എന്നും ഇതിന് പേരുണ്ട്. കാശ്മീർ, ജമ്മു എന്നീ നാട്ടുരാജ്യങ്ങളുടെ മഹാരാജാവായ ഹരി സിംഗ് ഇന്ത്യ വിഭജനത്തിന് ശേഷം പ്രസ്തുത നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുമോ എന്ന് ഭയന്നായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പടയൊരുക്കം നടത്തിയത്. നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു കാശ്മീർ. അവിടുത്തെ ഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗം ആയിരുന്നു. ഹൈന്ദവരായ കുറച്ചുപേർ മാത്രമേ കാശ്മീരിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കാശ്മീർ, ജമ്മു എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് ചേരുന്നതിനെ പാകിസ്ഥാൻ ഭയക്കുകയും പാകിസ്ഥാന്റെ പിന്തുണയോടെ ഗോത്ര ഇസ്ലാമിക ശക്തികൾ കാശ്മീർ, ജമ്മുവിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ആക്രമിക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു. 1948 ഏപ്രിൽ 22-ന് UN രക്ഷാ കൗൺസിൽ 47-ാം പ്രമേയം പാസാക്കുകയും 1949 ജനുവരി 1-ാം തീയതി രാത്രി 23:59-ന് ഔപചാരികമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ഇന്ത്യ പ്രസ്തുത നാട്ടുരാജ്യങ്ങളുടെ 2/3 ഭാഗത്തിന്റെയും നിയന്ത്രണം സ്വന്തമാക്കുകയുണ്ടായി. എന്നാൽ പാകിസ്ഥാന് കാശ്മീരിന്റെ 1/3 ഭാഗം മാത്രമേ ലഭിക്കുകയുണ്ടായുള്ളൂ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1965-ലാണ് മറ്റൊരു സംഘർഷം ഉടലെടുത്തത്. ഇന്ത്യയിൽ അരാജകത്വവും ഭരണ അസ്ഥിരതയും സൃഷ്ടിക്കുന്നതിനായി ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിട്ടതിലൂടെയാണ് യുദ്ധത്തിന്റെ പെരുമ്പറ മുഴങ്ങിയത്. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ കവചിത വാഹനങ്ങളുടെ ഇടപെടലും ടാങ്ക് യുദ്ധവും ഇതിന്റെ സവിശേഷതയായിരുന്നു. 17 ദിവസമേ യുദ്ധം നീണ്ടു നിന്നുള്ളൂവെങ്കിലും ഈ ദിവസത്തിനിടയിൽ 2 നിന്നുമായി ആയിരക്കണക്കിന് ജീവനുകളാണ് നഷ്ടമായത്. സോവിയറ്റ് യൂണിയനും USA-യും ഈ വിഷയത്തിൽ നയതന്ത്രപരമായി ഇടപെടുകയും തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാം ശാന്തമായി എന്ന് കരുതിയിരിക്കുമ്പോൾ 1971-ൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയുണ്ടായി. കിഴക്കൻ പാകിസ്ഥാൻ നേതാവായിരുന്ന ഷെയ്ഖ് മുജീബുൾ റഹ്മാനും പശ്ചിമ പാകിസ്ഥാൻ നേതാവായ യഹ്യ ഖാനും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ഇതിന് കാരണം. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണം ഈ സംഘർഷത്തിന്റെ ബലമായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിലെ 10 ദശലക്ഷം പേരാണ് ഇന്ത്യയിൽ അഭയം തേടി എത്തിയത്. ഇതോടെ ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തിൽ ഇന്ത്യ ഇടപെടുകയും അത് പാകിസ്ഥാന്റെ ശത്രുത ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിരവധി സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യയുമായി കോർത്തു നിൽക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. പാകിസ്ഥാന് പാതി നാവികസേനയും വ്യോമസേനയുടെ 4/1 സൈന്യത്തിന്റെ 3/1 നഷ്ടപ്പെടാൻ മാത്രമേ ഇത് വഴിതെളിച്ചുള്ളൂ. 1965-ലാണ് കച്ച് സംഘർഷം ഉടലെടുക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ടതും എന്നാൽ ഹ്രസ്വവുമായ സൈനിക ഏറ്റുമുട്ടലായിരുന്നു അത്. 1984 മുതൽ 2003 വരെ നിലനിന്ന സിയാച്ചിൻ സംഘർഷവും ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിലെ മറ്റൊരു അധ്യായമാണ്. 1984-ൽ ഓപ്പറേഷൻ മേഘദൂതിന്റെ ഭാഗമായി ഇന്ത്യ സിയാച്ചിൻ ഹിമനിരകൾ വിജയകരമായി പിടിച്ചെടുത്തതാണ് സംഘർഷത്തിന് കാരണമായത്. 1986-നും 1987-നും ഇടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപമെടുത്ത സംഘർഷം ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സംഘർഷമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വ്യോമ അതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച് 1999 ഓഗസ്റ്റ് 10-ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വിമാനം വെടിവെച്ചിട്ടതും ഇവിടെ പരാമർശ വിധേയമാക്കേണ്ടതുണ്ട്. പുതിയ തലമുറയുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന പാക് ഇന്ത്യ സംഘർഷങ്ങളിൽ ആദ്യത്തേത് 1999-ലെ കാർഗിൽ യുദ്ധം ആയിരിക്കും. നിയന്ത്രണ രേഖ കടന്ന് കാർഗിൽ ജില്ലയിലെ പ്രധാന പ്രദേശങ്ങൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയതാണ് ഈ യുദ്ധത്തിന് വഴിതെളിച്ചത്. 2 മാസം നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് ശേഷം നുഴഞ്ഞുകയറ്റ പ്രദേശത്തിന്റെ 80% തിരിച്ചുപിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 4000-ഓളം പാകിസ്ഥാൻ സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. യുദ്ധം പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ഈ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഘർഷത്തിനാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിലേക്ക് നയിച്ചതാകട്ടെ പഹൽഗാമിൽ നടന്ന ആക്രമണവും. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര ആക്രമണമായിരുന്നു
2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായത്. അന്ന് നിരപരാധികളുടെ ചോരയും കണ്ണീരും വീണ് പഹൽഗാം നനയുകയായിരുന്നു. യുവദമ്പതിമാരുടെ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിയ ഇടമായി അത് കറുത്ത ചരിത്രം രചിക്കുകയായിരുന്നു. പഹൽഗാമിൽ നിന്നുള്ള നടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ണു നിറയാതെയും ചങ്ക് തകരാതെയും ആർക്കും കണ്ടിരിക്കാൻ ആകുമായിരുന്നില്ല. ദയവായി എൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ, ദൈവത്തെ ഓർത്ത് രക്ഷിക്കൂ, ഞങ്ങൾ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ഭർത്താവിനെ വെടിവെച്ചുവെന്ന് മുറവിളിക്കുന്ന ഭാര്യയുടെയും കൊല്ലപ്പെട്ട ഭർത്താവിനരികെ കരയാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ഭാര്യയുടെയും ദൃശ്യങ്ങൾ ആരുടെയും ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകാത്തതാണ്. പൈൻ വനങ്ങളാൽ ചുറ്റപ്പെട്ട ബൈസരൻ താഴ്വരയിലെ പുൽമേട്ടിലേക്ക് അന്നേ ദിവസം 5 തീവ്രവാദികളാണ് കടന്നു വന്നത്. വൻതോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്താത്തത് കൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് കടന്നുവരവ് സുഗമമായിരുന്നു. മാത്രവുമല്ല, അവർ സൈനിക വേഷത്തിലും ആയിരുന്നു. മിലിറ്ററി വേഷത്തിൽ എത്തിയ 5 തീവ്രവാദികൾ വിനോദസഞ്ചാരികളായ ഹൈന്ദവരെ തിരഞ്ഞു പിടിച്ച് ഭാര്യമാരുടെ കൺമുന്നിൽ വെച്ച് കൊല ചെയ്യുകയായിരുന്നു. ഇപ്രകാരം കൊല്ലപ്പെട്ട ആദ്യ വ്യക്തി കാൺപൂരിൽ നിന്നുള്ള ശുഭം ദ്വിവേദിയായിരുന്നു. മറ്റൊരാൾ ഇന്ത്യൻ നേവി ലഫ്റ്റനന്റ് ഹരിയാന സ്വദേശി വിനയ് നർവാർ, ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും കൊല്ലപ്പെട്ടവരിൽ പെടുന്നുണ്ട്. കൊല്ലപ്പെട്ടത് ആരായാലും ഒരേ ചോദ്യം തന്നെയാണ് അവർ ഓരോരുത്തരും നേരിട്ടത്: നിങ്ങൾ ഹിന്ദുവാണോ, നിങ്ങൾ മുസ്ലിമാണോ എന്ന്. ഉത്തരത്തിന് അനുസരിച്ച് അവർക്ക് ജീവൻ നഷ്ടമായി. മുസ്ലിങ്ങളല്ലാത്തവരെ തിരിച്ചറിയാൻ മുസ്ലിം വിശ്വാസ പ്രഖ്യാപനമായ ഇസ്ലാമിക കലിമ ചൊല്ലാനായിരുന്നു ഭീകരവാദികൾ ആവശ്യപ്പെട്ടത്. തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരിൽ 25 പേരും വിനോദസഞ്ചാരികളും പുരുഷന്മാരുമായിരുന്നു. തീവ്രവാദികളെ എതിർത്ത് നിൽക്കാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസിയായ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടത്. ഹിന്ദുക്കളെയാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും ക്രിസ്ത്യാനിയായ ഒരു ടൂറിസ്റ്റും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ ശാഖയാണെന്ന് വിശ്വസിക്കുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. കാശ്മീരിന്റെ പ്രത്യേക പദവി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി മേഖലയിലുള്ള തദ്ദേശീയമല്ലാത്ത കുടിയേറ്റത്തിനെതിരെയാണ് ആക്രമണം എന്നായിരുന്നു റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ വിശദീകരണം. നിരപരാധികളുടെ ജീവനെടുത്ത അനേകം കുടുംബങ്ങളെ നിരാധാരമാക്കിയ ഈ കാടത്തത്തെ അവഗണിച്ചു കളയാനോ പൊറുത്തു കളയാനോ ഇന്ത്യക്ക് ആകുമായിരുന്നില്ല. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച ഇന്ത്യ ആദ്യപടിയായി പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഇന്ത്യൻ നയതന്ത്രജ്ഞരെ തിരികെ വിളിക്കുകയും വിസകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് സിന്ധു നദീജല ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയുണ്ടായി. ഇന്ത്യ ഉന്നയിച്ച ആരോപണങ്ങളെയെല്ലാം പാകിസ്ഥാൻ നിഷേധിക്കുകയായിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. പഹൽഗാമിലെ താഴ്വരയിൽ വെച്ച് ഭർത്താക്കന്മാരെ നഷ്ടമായ ഭാര്യമാരോടുള്ള ആദരവിന്റെ സൂചനയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഈ തിരിച്ചടിക്ക് ഇന്ത്യ പേരിട്ടിരിക്കുന്നത്. വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇന്ത്യൻ സ്ത്രീകൾ സിന്ദൂര രേഖയിൽ ചാർത്തുന്ന ചുവന്ന പൊട്ടാണ് സിന്ദൂരം. ഒരു സ്ത്രീ വിധവയാകുന്നതോടെ അവളുടെ സിന്ദൂരം മായ്ക്കപ്പെടുന്നുവെന്നാണ് ഭാരതീയ സങ്കല്പം. ഇപ്രകാരം സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ് അവരെ വൈധവ്യത്തിലേക്കും തീരാ ദുഃഖത്തിലേക്കും തള്ളിയിട്ട പാക് ഭീകരതയോട് സന്ധിയില്ലാ സമരത്തിനാണ് ഇന്ത്യ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: എല്ലായിടത്തും പ്രശ്നം തുടങ്ങി വെച്ചതും അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കിയതും പാകിസ്ഥാൻ ആയിരുന്നു. പാകിസ്ഥാൻ നടത്തിയ അനുചിതമായ ഇടപെടലുകളോടുള്ള ആരോഗ്യകരമായ പ്രതികരണം മാത്രമായിരുന്നു ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾ. അതൊരു തരത്തിൽ പ്രതിരോധം തീർക്കൽ കൂടിയായിരുന്നു. പഹൽഗാം നടന്നില്ലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കില്ലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളൊന്നും സംഭവിക്കുകയും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടവരിൽ പ്രമുഖർ കൊടും ഭീകരനായ അബ്ദുൾ അസ്കർ റാഫ് ആണ്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിലുള്ള ആളുമായ മസൂദ് അസറിന്റെ സഹോദരനും കാണ്ഡഹാർ വിമാന റാഞ്ചറിന്റെ മുഖ്യ സൂത്രധാരനുമാണ് അസ്കർ റൌഫ്. ഇയാളെ കൂടാതെ കുടുംബാംഗങ്ങളായ 10 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ കെട്ടിടങ്ങളോ ലക്ഷ്യമാക്കിയല്ല ഇന്ത്യയുടെ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ സമീപനം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ത്യൻ വ്യോമസേന താവളങ്ങളിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടാണ്
പാകിസ്ഥാൻ പോരാട്ടം വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. പോരാട്ടം വ്യാപിക്കാതിരിക്കാൻ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി സംയമനം പാലിക്കാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും, ഓരോ മണിക്കൂറുകൾ കഴിയും തോറും കൂടുതൽ മോശമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ ആക്രമണം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി മേഖലകളിൽ ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തുകയാണ്. പ്രസ്തുത മേഖലയിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാനും ദിവസത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് അവധി റദ്ദാക്കി തിരിച്ചെത്തണമെന്ന് ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിന് ശേഷം സംയമനം പാലിച്ച ഇന്ത്യക്ക് നേരെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് നേരെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഇന്ത്യൻ സൈന്യം ആക്രമണങ്ങൾ നടത്തി. കറാച്ചിയിലെ പാക് നാവികസേന താവളത്തിനും സിയാൻകോട്ടിലും ലാഹോറിലും റാവൽപിണ്ടിയിലും എല്ലാം കടുത്ത വ്യോമാക്രമണങ്ങൾ ഇന്ത്യ നടത്തി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്ററുകൾ അകലെ വെച്ചും മിസൈൽ ആക്രമണം നടത്തിയതോടെ അദ്ദേഹത്തെ വസതിയിൽ നിന്ന് കൂടുതൽ സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി. അതേസമയം ജമ്മുവിലടക്കം സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമായി അടച്ചിരുന്ന വ്യോമാതിർത്തി പാകിസ്ഥാൻ ഇപ്പോൾ സമ്പൂർണമായി അടച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുമായി സംഘർഷത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായതുപോലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യകളിലൊന്നായ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ള പുതിയ സംഭവ വികാസമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ വാദങ്ങൾ ഉയരുന്നത്. വലുപ്പം കൊണ്ടല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാൻ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പാളയത്തിൽ തന്നെ പട എന്ന സ്ഥിതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് ചുരുക്കം. ട്രെയിൻ തട്ടിയെടുത്ത് ഒട്ടേറെ പാക് പൗരന്മാരെയും സൈനികരെയും ബലൂചികൾ വധിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രം ആയിരുന്നു. ബലൂചികളെ നേരിടണോ അതോ ഇന്ത്യയെ നേരിടണോ എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. ആണവ സംഘർഷങ്ങളുടെ സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിനെ ലോകം മുഴുവൻ ആകാംക്ഷയോടെ നോക്കിക്കാണുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങളും ആണവ രാഷ്ട്രങ്ങൾ ആണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്ന ആണവ ശക്തിയെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ 5 സ്ഥിര അംഗങ്ങൾക്ക് പുറമെ ആണവായുധ ശേഷിയുള്ള ആദ്യത്തെ രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18 രാജസ്ഥാനിലെ ജയ്സാൻമൈർ ജില്ലയിലെ പൊക്രാനിലെ ഇന്ത്യൻ ആർമി ബേസായ പൊക്രാൻ പരീക്ഷണ റേഞ്ചിൽ ആയിരുന്നു. 8 കിലോ ടൺ പ്രഹരശേഷിയുള്ള ഈ ആണവ ബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നാണ് പേര് നൽകിയിരുന്നത്. ഇതോടെയാണ് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിര അംഗങ്ങൾ അല്ലാത്ത രാജ്യങ്ങളിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ രാജ്യമായി ഇന്ത്യ മാറിയത്. എന്നാൽ ന്യൂക്ലിയർ ശക്തികൾക്കെതിരെ ശബ്ദിക്കുകയും പോരാടുകയും ചെയ്തിരുന്ന ഒരു ഭൂതകാലം ഇന്ത്യക്കും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അത്തരമൊരു സമീപനമാണ് ഇന്ത്യ പുലർത്തിയിരുന്നത്. ജനങ്ങളുടെ നന്മയ്ക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി മാത്രമേ ന്യൂക്ലിയർ ശക്തി ഉപയോഗിക്കാവൂ എന്ന കാഴ്ചപ്പാടായിരുന്നു 1954 ആറ്റമിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങൾ ആണവായുധങ്ങളുടെ നിർമ്മാണത്തിനും ന്യൂക്ലിയർ ശക്തിയുള്ള രാജ്യമായി രൂപപ്പെടുന്നതിനും ഇന്ത്യയെ നിർബന്ധിതമാക്കി എന്ന് വേണം പറയാൻ. നെഹ്റുവിന് ശേഷം അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധിയും നരസിംഹറാവുവും വാജ്പേയിയും ഒക്കെ ഇത്തരമൊരു മാറ്റത്തിന് പിന്നിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ഇന്ത്യയെ ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകുന്നതിൽ വിജയം വരിക്കുകയും ചെയ്തു. 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധവും 1964 ന്യൂക്ലിയർ ശക്തിയുള്ള രാജ്യമായുള്ള ചൈനയുടെ പ്രഖ്യാപനവും തൊട്ടടുത്ത വർഷം 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ചൈന പാകിസ്ഥാനെ സഹായിച്ചതും മാറി ചിന്തിക്കാൻ ഇന്ത്യക്ക് സാഹചര്യം ഒരുക്കി എന്ന് വേണം പറയാൻ. പ്രതിരോധത്തിനും സ്വയം രക്ഷയ്ക്കും ന്യൂക്ലിയർ ശക്തി അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. 1974 1998 ഇടയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ഈ തീരുമാനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു.
അതിന്റെ ഫലമായി സ്വന്തമായി ആണവായുധങ്ങളുടെ നിർമ്മാണം എന്ന കടുത്ത തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇന്ത്യ നിർബന്ധിതരാവുകയായിരുന്നു. തുടർന്നാണ് ഇന്ത്യ അതിൽ വിജയിക്കുകയുണ്ടായത്. 1980 തന്നെ പാകിസ്ഥാൻ ആണവായുധം സ്വന്തമായി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്ന സൂചനകൾ ഇന്ത്യക്ക് ലഭിച്ചു തുടങ്ങിയിരുന്നു. അയൽ രാജ്യവും ഇന്ത്യയെ ശത്രുവിനെ പോലെ കണക്കാക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ആണവായുധം സ്വന്തമാക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീഷണി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായാൽ സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗമെന്ന നിലയിലാണ് ഇന്ത്യ ആണവായുധം സ്വന്തമാക്കിയിരിക്കുന്നത്. തങ്ങൾ ഒരു രാജ്യത്തിന് നേരെയും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ തങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ മുൻപിൻ നോക്കില്ല എന്നും ഇന്ത്യ ശക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവശക്തി അഥവാ ന്യൂക്ലിയർ പവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം നാഗാസാക്കിയും ഹിരോഷിമയും തന്നെയാണ്. മറ്റൊരു ആണവ യുദ്ധം ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇല്ലാതാകുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. പ്രശ്നങ്ങൾ വഷളാക്കുകയല്ല, പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക മാത്രമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഭീകരതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അണിചേർന്നിരിക്കുന്നത്. തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തുന്നത് എന്നും എന്നാൽ പാകിസ്ഥാൻ സാധാരണക്കാരെയും നഗരങ്ങളെയും ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ താക്കീത് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഗോള ഭീകരതയുടെ ഉറവിടമെന്നാണ് ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബിൻ ലാദൻ പോലെയുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് അതിനുള്ള വിശദീകരണങ്ങളുമാണ്. ഭീകരതയുടെ വേര് അറുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ആ വേരറുക്കൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. യുദ്ധത്തിൽ ജയവും പരാജയവും ഇല്ല, നഷ്ടങ്ങൾ മാത്രമേയുള്ളൂ. മഹാഭാരത യുദ്ധം മുതൽ ഇതുവരെയുള്ള ഒരു യുദ്ധവും എല്ലാ യുദ്ധങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് അത് തന്നെയാണ്. വിലാപങ്ങളുടെയും അരിഷ്ടതകളുടെയും കഷ്ടപ്പാടുകളുടെയും ദിനങ്ങളാണ് ഓരോ യുദ്ധത്തിനും ശേഷം നമ്മെ കാത്ത് നിൽക്കുന്നത്. യുദ്ധം സൃഷ്ടിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് അവസാനിപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. ഇന്ത്യക്കും പാകിസ്ഥാനുമൊപ്പം ലോകരാഷ്ട്രങ്ങൾ കൂടി പങ്കുചേർന്നാൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴി ഒരുക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നാണ് ചില വിദേശ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യം അത്യന്തം ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഈ സംഘർഷങ്ങൾ, പ്രത്യാക്രമണങ്ങൾ എല്ലാം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് സമാധാനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം.